നമസ്കാരം. വേടൻ ദ റാപ്പർ അദ്ദേഹത്തെയാണ് ഇപ്പോൾ മൊത്തത്തിൽ വാർത്തയാക്കിയിരിക്കുന്നത്. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും വാർത്താ മാധ്യമങ്ങൾക്കും ഇഷ്ടം പോലെ കണ്ടന്റ് വേടന്റെ അറസ്റ്റിലൂടെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ആയിരുന്നു എക്സൈസിന്റെ അന്വേഷണത്തിൽ വേടന്റെ ഭാഗത്ത് നിന്ന് വേടനെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ മലയാള ജനത എന്ന് പറഞ്ഞാൽ യുവജനത, അവരുടെ ഹാർട്ട് ത്രോബ് ആയിട്ടുള്ള വേടനെയാണ് അറസ്റ്റ് ചെയ്ത് കഞ്ചാവ് കൈവശം വെച്ചതിന്റെ പേരിൽ. എന്നാൽ അതൊരു 6 ഗ്രാംസ് അല്ലെങ്കിൽ 6 ഗ്രാം മാത്രമുള്ള കഞ്ചാവായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നും അദ്ദേഹത്തിന്റെ പങ്കാളികളോടൊപ്പം, അതായത് കൂട്ടാളികളോടൊപ്പം, അദ്ദേഹത്തിന്റെ കൂടെ മ്യൂസിക് ബാൻഡിലുള്ള ആൾക്കാരും എല്ലാവരും കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേടൻ സമ്മതിക്കുകയും ചെയ്തു, ഞാൻ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകളിലും അദ്ദേഹം എഴുത്തുകളിലുമെല്ലാം മക്കളെ നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത് എന്നാണ് അദ്ദേഹം ഘോരഘോരം പറഞ്ഞുകൊണ്ടിരുന്നത്. തന്റേതായ രാഷ്ട്രീയമുള്ളൊരു വ്യക്തിയായിരുന്നു വേടൻ. പക്ഷേ ഇപ്പോൾ വേടനെ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് വിട്ടയച്ചു. പക്ഷേ ഇപ്പോൾ അതിലും വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുന്നത് വേടന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പുലിനഖമായിരുന്നു. ആ പുലിനഖത്തിന്റെ പേരിലാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. അത് വളരെ ഗുരുതരമായ കുറ്റം തന്നെയായിരുന്നു. അദ്ദേഹം അത് കാശ് കൊടുത്ത് വേടൻ തമിഴ്നാട്ടിലുള്ള തന്റെ കൂട്ടുകാരനെ നിന്ന് വാങ്ങിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും വനംവകുപ്പ് പരിശോധിച്ചപ്പോൾ അത് പുലിയുടെ നഖം തന്നെയാണെന്ന് മനസ്സിലായി. നമുക്കറിയാം, അദ്ദേഹം ഷർട്ടില്ലാതെ പാട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിഞ്ഞിരുന്ന മാലയിൽ ഒരു നഖം പോലെയുള്ള ഒരു സംഭവം കിടപ്പുണ്ടായിരുന്നു. അത് പുലിനഖം തന്നെയാണെന്ന് വനംവകുപ്പിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വേടനെ കൂട്ടത്തോടെ ആക്രമിക്കുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ വേടൻ ഇപ്പോൾ റിമാൻഡിലാണ്. എനിവേ, എന്ത് തന്നെ ആയാലും നമ്മുടെ പ്രിയപ്പെട്ട ബിഗ് ബോസ് താരം അഖിൽ മാരാർ ഇതിനെതിരെ വന്ന് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളിപ്പോ ഒരു പുലിയെ പിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം 2 പട്ടികളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഞങ്ങൾ പട്ടികളെ പിടിച്ചു, ഒരു പുലിക്ക് വരെ ഞങ്ങൾ 10 പട്ടികളെ പിടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. വേടന്റെ അറസ്റ്റിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത് അങ്ങനെയായിരുന്നു. വേടൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കഞ്ചാവ് ഉപയോഗിച്ച്, ലഹരി ഉപയോഗിച്ച് അദ്ദേഹം നല്ല പാട്ടുകളല്ലേ പാടുന്നത്, അദ്ദേഹം ആരെ ഉപദ്രവിക്കുന്നില്ല. കഞ്ചാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അപകടകരമായ ഒരു കാര്യമല്ലെന്നാണോ അഖിൽ മാരാർ പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം അതായിരിക്കണം ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് സിന്തറ്റിക് ലഹരി എന്ന് പറഞ്ഞാൽ MDMA പോലുള്ള അല്ലെങ്കിൽ സ്റ്റാമ്പുകൾ പോലുള്ള ഈ ലഹരി ഉപയോഗങ്ങൾ കുട്ടികളുടെ ഇടയിലും കോളേജ് വിദ്യാർത്ഥി കുട്ടികളെന്ന് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥിനികളുടെ ഇടയിലും എല്ലാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിലും എല്ലാം വ്യാപകമായി കൂടിക്കൊണ്ടിരിക്കുന്നു. അത് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് അച്ഛനെ അമ്മയും തല്ലിക്കൊല്ലുന്നു, സഹോദരങ്ങളെ റേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സഹോദരങ്ങളെ വെട്ടിക്കൊല്ലുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൽ ദിവസം പ്രതി നടക്കുന്നുണ്ട്. അതിന്റെ കാര്യക്ഷമതയോടുകൂടി എക്സൈസ് വകുപ്പ് ഇവരുടെ പുറകെ ഉണ്ട്, കുറേയധികം പേരെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഈ കഞ്ചാവ് വേട്ട സിനിമ എന്ന മേഖലയിലേക്ക് തിരിയുന്നത്. സുൽത്താന എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ എന്ന് വിളിപ്പേരുള്ള സുൽത്താനയുടെ മൊഴി അനുസരിച്ച് മലയാള സിനിമയിലേക്ക് കഞ്ചാവ് വേട്ടയുടെ ഒരു വാതിൽ തന്നെ തുറക്കപ്പെടുകയായിരുന്നു. അങ്ങനെ നടന്മാരെയും സംവിധായകന്മാരെയും ഒക്കെയും ഈ കഞ്ചാവ് വേട്ടയുടെ പേരിൽ പിടിക്കുകയുണ്ട്. പക്ഷെ അതിനെതിരെയാണ് അഖിൽമാരെ പ്രതികരിക്കുന്നത്. നിങ്ങൾ ഈ കഞ്ചാവിന്റെ പുറകെ പോകുന്ന നേരത്തെ എന്തുകൊണ്ട് സിന്തറ്റിക് ലഹരി വേട്ടക്കാരെ പിടിക്കുന്നില്ല? അവരെ രക്ഷപ്പെടാൻ നമ്മുടെ നിയമം അനുവദിച്ചു കൊടുക്കുകയാണെന്നാണ് അദ്ദേഹം ഇന്നത് ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് വേടനൊക്കെ ഇനിയും പാട്ട് പാടട്ടെ, ഈ പറയപ്പെടുന്ന സിനിമാ സംവിധായകർ നല്ല നല്ല സിനിമകൾ കഞ്ചാവ് വലിച്ചുകൊണ്ട് നല്ല നല്ല സിനിമകൾ എഴുതട്ടെ, നല്ല നല്ല സിനിമകൾ വിജയിക്കട്ടെ. അവർ കഞ്ചാവ് വലിച്ചുകൊണ്ട് സമൂഹത്തിന് നല്ല സിനിമകൾ ഉണ്ടാകുന്നു, വേടൻ കഞ്ചാവ് വലിച്ചുകൊണ്ട് നല്ല പാട്ടുകൾ ഉണ്ടാകുന്നു. ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചാക്കോയും കഞ്ചാവ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന, അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി കഞ്ചാവ് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർ നന്നായി അഭിനയിക്കുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഒക്കെ കഞ്ചാവും ലഹരിയും ഒക്കെ ഉപയോഗിച്ചിട്ടാണോ നല്ല നല്ല സിനിമകൾ ചെയ്തിരിക്കുന്നത്? ശ്രീമാരൻ തമ്പിയും അതോടൊപ്പം MG ശ്രീകുമാറും യേശുദാസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ നല്ല നല്ല പാട്ടുകൾ ഇത്രയും വർഷങ്ങളോളം പാടിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോഴും നല്ല പാട്ടുകാരുണ്ട്, യുവതലമുറയിൽ നന്നായി പാടുന്ന നല്ല പാട്ടുകാരുണ്ട്. അവരൊക്കെ കഞ്ചാവ് ഉപയോഗിച്ചിട്ടാണോ ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ എന്തർത്ഥത്തിലാണ് അഖിൽമാർ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്? കാരണം അദ്ദേഹം പറയുന്നത് കഞ്ചാവ് ഉപയോഗിക്കുന്നവരെ അറസ്റ്റ് ചെയ്യേണ്ടെന്നാണോ, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ പിടിക്കേണ്ട, പകരം സിന്തറ്റിക് ലഹരികൾ മാത്രമാണോ ഒരാളെ അടിമപ്പെടുന്നത്? ഈ കഞ്ചാവിലാണ് എല്ലാത്തിന്റെയും തുടക്കം. നമ്മൾ പറയാറില്ലേ, കള്ളു കുടിക്കുന്നത്, മദ്യം ഉപയോഗിക്കുന്നത് ബിയറിലാണ് തുടക്കം. ബിയർ കുടിക്കുമ്പോൾ നമ്മൾ പലയിടത്തും കേൾക്കാറുണ്ട്, ബിയർ കുടിക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അത് ചുമ്മാ മൂത്രമൊഴിച്ചു പോകും, അല്ലെങ്കിൽ അത് വലിയ ലഹരികളൊന്നും തരുന്നില്ല, ബിയർ ഒരു വലിയ പ്രശ്നങ്ങളല്ല, അത് ശരീരത്തിനൊരു കേട്. ഡോക്ടർമാർ വരെ പറയാറുണ്ട് അത്രേ, ചിലവർ പറയുന്നേക്കാം, ഡോക്ടർമാർ പറയാറുണ്ട് ബിയർ കുടിച്ചോ. ആ ബിയറിൽ നിന്നാണ് എല്ലാ കള്ളുകുടിയന്മാരുടെയും തുടക്കം എന്ന് ഏത് കള്ളുകുടിയനോട് ചോദിച്ചാലും അവൻ പറയും, അവൻ ആദ്യം തുടങ്ങിയത് ബിയറിൽ തന്നെയാണ്. അല്ലാതെ അഖിൽമാരാർ പറഞ്ഞു വെക്കുന്നത് സിന്തറ്റിക് ലഹരി മാത്രമാണോ ഈ പറയപ്പെടുന്ന കഞ്ചാവ്? എല്ലാവരും പറയുന്ന പോലെ മദ്യപന്മാർ തുടങ്ങുന്നത് ബിയറിലാണ്. ബിയറിൽ തുടങ്ങിയിട്ടാണ് വലിയ വലിയ മദ്യങ്ങളിലേക്ക്, വിസ്കി, ബ്രാൻഡി, അങ്ങനെ പിന്നെ വോഡ്ക, അങ്ങനെയുള്ള സകല സാധനങ്ങളിലേക്കും അതിന്റെ തുടക്കക്കാരൻ അല്ലെങ്കിൽ ഗുരു, അല്ലെങ്കിൽ എന്ന് പറയുന്ന തുടക്കം, ബിഗിനർ എന്ന് പറയുന്നത് ബിയറാണ്. അതുപോലെ തന്നെയാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്ന ലഹരിയാണ് മറ്റ് സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് ആൾക്കാർ പോകാനുള്ള ഒരു കാര്യം. ശരിയാണ്, പണ്ട് തൊട്ട് അഖിൽമാരാർ തന്റെ ലൈവിൽ വന്നിരുന്നു പറയുന്നുണ്ട്, ഇതിനു മുമ്പും ഒരുപാട് ആൾക്കാർ മലയാള സിനിമയിൽ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഇതിൽ അഖിൽമാരാർ പറയുന്ന വേറൊരു കാര്യമുണ്ട്.
ചില പ്രശസ്തരായിട്ട് ആൾക്കാർ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മക്കൾ, പ്രത്യേകിച്ചും നമ്മുടെ ചില എം എൽ എമാരുടെ മക്കൾ കഞ്ചാവ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് പിടിക്കപ്പെടുകയുണ്ടായി. അതിന്റെ ഒന്നും ഒരു വിവരവുമില്ല, ആവിയുമില്ല, ഒന്നുമില്ല. കാരണം അതൊരു കള്ളക്കേസാണ്, എന്റെ മകനെ പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞ് ഈ പറയപ്പെടുന്ന MLA വന്ന് കരഞ്ഞു മെഴുകുകയുണ്ടായി. പക്ഷെ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല. ഈ കരഞ്ഞു മെഴുകിയതില്ല, കാരണം തെളിവ് സഹിതം പോലീസ് പിടിച്ചതാണ്. പക്ഷെ അറിയാലോ, സ്വാധീനത്തിന്റെ വലയത്തിൽ ഇങ്ങനെയുള്ള പല മന്ത്രിമാരുടെയും അല്ലെങ്കിൽ പല MLA-മാരുടെയും ഒക്കെ മക്കളെയൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും അറിയാതെ പോകുന്നത്, അത് ഒരു അനീതി തന്നെയാണ് കാണിക്കുന്നത്. ഇപ്പൊ വേടനെ പിടിക്കാനുള്ള വ്യഗ്രത, അല്ലെങ്കിൽ ശ്രീനാഥ് ഭാസിയെ പിടിക്കാനുള്ള വ്യഗ്രത, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സുൽത്താനെ പിടിക്കാനുള്ള വ്യഗ്രത ഇതുപോലുള്ള മന്ത്രിമാരുടെ മക്കളിലും MLA-മാരുടെ മക്കളിലും ഒക്കെ നമ്മൾ കാണിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും എക്സൈസ് കറതീർന്ന പ്രവർത്തനമാണ് ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. എങ്കിലും അഖിൽമാരാർ പറഞ്ഞ ഒരു കാര്യത്തോട് നമുക്ക് വിയോജിക്കേണ്ടി വരും. വേറൊന്നും കൊണ്ടല്ല, സിന്തറ്റിക് ലഹരിയും കഞ്ചാവും എല്ലാം സാമൂഹ്യ വിപത്ത് തന്നെയാണ്. കഞ്ചാവ് ഉപയോഗിച്ചിട്ടല്ല നല്ലൊരു കലാകാരൻ ജനിക്കേണ്ടത് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്.